ആലപ്പുഴയിൽ ദേശീയപാതയിൽ വണ്ടാനത്തുണ്ടായ വാഹനാപകടത്തിൽ 2 പേർക്ക് ദാരുണാന്ത്യം. നിർമ്മാണം നടക്കുന്ന സർവീസ് റോഡിലൂടെ ബൈക്കിൽ സഞ്ചരിച്ച കുട്ടികളാണ് ലോറിക്ക് പിറകിൽ ഇടിച്ചത്. ഇവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി. രഘു, ആരാണ് ഈ അപകടത്തിൽ മരിച്ചത്? എന്താണ് വിവരങ്ങൾ? ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിന് സമീപമുള്ള പെട്രോൾ പമ്പിന് മുന്നിൽ വെച്ച് ഇന്നലെ അർദ്ധരാത്രിയാണ് അപകടമുണ്ടായത്. കായംകുളത്ത് നിന്ന് ചേർത്തലയിലേക്ക് ബൈക്കിൽ പോവുകയായിരുന്നു സുഹൃത്തുക്കൾ. ചേർത്തല കുറുപ്പംകുളങ്ങര സ്വദേശിയാണ് അച്ചു എസ് ദാസ്. മാർത്താണ്ഡത്ത് നഴ്സിംഗിന് പഠിക്കുകയാണ്. കായംകുളത്ത് ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം ചേർത്തലയിലെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയാണ് അഖിൽ കൃഷ്ണ ബൈക്കുമായിട്ട് എത്തിയത്. അവിടെ നിന്ന് ബൈക്കിൽ പോകുമ്പോഴാണ് ഈ അപകടമുണ്ടായത്. ഈ സർവീസ് റോഡിൽ പിടിക്കുന്നത് വളരെ സുരക്ഷിതമായി പോകാൻ വേണ്ടിയിട്ടാണ്. മറ്റേ റോഡിൽ തിരക്കാണ്. അശാസ്ത്രീയമായിട്ടാണ് ഇതിൻ്റെ ഒരു സർവീസ് റോഡ് ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്നത്. നിലവിൽ സർവീസ് റോഡിൽ നമ്മൾ പോകുന്നത് എല്ലാ ആൾക്കാരും പോകുന്നത് വളരെ സുരക്ഷിതമായി സാവകാശം പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ റോഡിനേക്കാൾ വളരെ സ്പീഡിലാണ് ഇപ്പോൾ തന്നെ പോകുന്ന വണ്ടി നോക്കുക. ആ വണ്ടിയുടെ സ്പീഡ് നോക്കുക. ചേട്ടാ, ഈ ഹൈവേയിലെ അപകടം എപ്പോഴും ഉണ്ടോ? മിക്കവാറും ഉണ്ട്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 4-5 പ്രാവശ്യം ഇതിലെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകണം. മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ ഈ സംഭവം ഉണ്ട്. റോഡിൻ്റെ ശോചനീയാവസ്ഥയാണ് കൂടുതലും ഇതിന് കാരണം. അതിനൊരു ശാസ്ത്ര പരിഹാരം ഇവിടെ കാണണം. ദേശീയപാത ഒഴിവാക്കി എന്തിനാണ് കുട്ടികൾ സർവീസ് റോഡിലൂടെ യാത്ര ചെയ്തതെന്ന് അറിയില്ല. ഒരുപക്ഷെ കൃത്യമായ ബോർഡുകൾ ഇല്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ സർവീസ് റോഡ് എടുത്തതായിരിക്കാം. എന്തായാലും ഈ പെട്രോൾ പമ്പിൻ്റെ സമീപത്ത് വെച്ച് ഒരു ലോറിയുടെ പിറകിൽ ചെന്ന് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് മറിഞ്ഞു. ലോറിയുടെ പിൻചക്രത്തിനടിയിലേക്ക് കുട്ടികൾ വീഴുകയായിരുന്നു. വളരെ വേഗത്തിൽ തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.